Hey all, welcome to day 7 of learning the Hindu vocab. അപ്പോൾ നമുക്ക് ഇന്നത്തെ 5 വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വേർഡ് REIGNITED. എല്ലാവരും ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കിയേ. REIGNITED. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ നോക്കാം. റീയഗ്നൈറ്റഡ് എന്താണ്? റീയഗ്നൈറ്റഡ്. ഇത് നോക്കി അതുപോലെ വായിച്ചാൽ മതി. റീയഗ്നൈറ്റഡ് എന്താണ്? റീയഗ്നൈറ്റഡ്. ക്ലിയർ ആയില്ലേ പ്രൊനൗൺസിയേഷൻ? അപ്പോൾ നമുക്കിനി മീനിങ് എന്താണെന്ന് നോക്കാം. റീയഗ്നൈറ്റഡ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടഡ് അഗെയിൻ, അതായത് വീണ്ടും തുടങ്ങിയത് അല്ലെങ്കിൽ വീണ്ടും ഉണർത്തിയത് എന്നൊക്കെയാണ് റീയഗ്നൈറ്റഡിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ റീയഗ്നൈറ്റഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് അഗെയിൻ, വീണ്ടും തുടങ്ങിയത്. നമുക്കിനി സെൻറ്റൻസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എ സ്മോൾ ആർഗ്യുമെൻറ്റ് റീയഗ്നൈറ്റഡ് ഓൾഡ് മെമ്മറീസ്. അതായത് ചെറിയൊരു തർക്കം പഴയ ഓർമ്മകൾ വീണ്ടും ഉണർത്തി. ഇവിടെ ആ വീണ്ടും ഉണർത്തി എന്നുള്ളതാണ് റീയഗ്നൈറ്റഡ് എന്നുള്ള വേർഡ് വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വേർഡ് എന്ന് പറഞ്ഞാൽ റീയഗ്നൈറ്റഡ്, മീനിങ് വീണ്ടും തുടങ്ങിയത് അല്ലെങ്കിൽ വീണ്ടും ഉണർത്തിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കിനി നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം. PRUDENCE. എന്താണ് പ്രൊനൗൺസിയേഷൻ? എന്തായിരിക്കും പ്രൊനൗൺസിയേഷൻ? PRUDENCE. നമുക്ക് പ്രൊനൗൺസിയേഷൻ നോക്കാം. പ്രൂഡൻസ് എന്താണ്? പ്രൂഡൻസ് സിമ്പിളാണ്. സോ നമുക്കിനി മീനിങ് നോക്കാം എന്താണെന്നുള്ളത്. പ്രൂഡൻസ് എന്ന് വെച്ചാൽ വിസ്ഡം അല്ലെങ്കിൽ ആക്ടിങ് വൈസ്ലി, അതായത് വിവേകം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് പ്രൂഡൻസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് വരുന്നത്. ക്ലിയർ അല്ലേ? നമുക്കിനി സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കാം. ഷീ ഹാൻഡിൽഡ് ദ സിറ്റുവേഷൻ വിത്ത് പ്രൂഡൻസ്. അവൾ ആ സാഹചര്യം വിവേകത്തോടെ കൈകാര്യം ചെയ്തു. സിമ്പിളാണ്. പ്രൂഡൻസ് എന്ന് വെച്ചാൽ വിസ്ഡം അല്ലെങ്കിൽ വിവേകം. ഷീ ഹാൻഡിൽ ദ സിറ്റുവേഷൻ വിത്ത് പ്രൂഡൻസ്. അവൾ ആ സാഹചര്യം വിവേകത്തോടെ കൈകാര്യം ചെയ്തു. ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. CONSECRATED. പ്രൊനൗൺസിയേഷൻ തെറ്റാൻ ചാൻസ് ഉള്ളൊരു വേർഡാണ്. നിങ്ങളെല്ലാവരും പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. CONSECRATED. എന്താണ് പ്രൊനൗൺസിയേഷൻ? കോൺസെക്രേറ്റഡ്. പറഞ്ഞു നോക്കി. കോൺസെക്രേറ്റഡ്. ആ ഫൊനറ്റിക്സ് അതുപോലെ നോക്കി വായിച്ചാൽ മതി. നമുക്ക് സിമ്പിളായിട്ട് മീനിങ് പ്രൊനൗൺസിയേഷൻ പഠിക്കാം. കോൺസെക്രേറ്റഡ്. ഇനി മീനിങ് നോക്കാം. കോൺസെക്രേറ്റഡ് എന്ന് വെച്ചാൽ മെയ്ഡ് ഹോളി ഓർ ബ്ലെസ്ഡ്, അതായത് വിശുദ്ധമാക്കിയ അല്ലെങ്കിൽ പവിത്രമാക്കിയ എന്നൊക്കെ പറയില്ലേ, എന്നുള്ളതാണ് കോൺസെക്രേറ്റഡ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് വരുന്നത്. നമുക്ക് സെൻറ്റൻസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ദ ബിഷപ്പ് കോൺസെക്രേറ്റഡ് ദ ന്യൂ ചർച്ച്. എന്താണ്? ബിഷപ്പ് പുതിയ പള്ളി വിശുദ്ധമാക്കി. ഇവിടെ വിശുദ്ധമാക്കി എന്നുള്ളതാണ് കോൺസെക്രേറ്റഡ് എന്നുള്ള വേർഡ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ വേർഡ് എന്ന് പറഞ്ഞാൽ കോൺസെക്രേറ്റഡ്, മീനിങ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമാക്കിയ അല്ലെങ്കിൽ മെയ്ഡ് ഹോളി ഓർ ബ്ലെസ്ഡ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വേർഡ് PERILOUSNESS. എന്താണ്? പ്രൊനൗൺസ് ചെയ്ത് നോക്കിയോ? ഓക്കെ, എന്നാൽ നമുക്കിനി ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് നോക്കാം. പെരലസ്നെസ്. എന്താണ്? പെരലസ്നെസ്. സിമ്പിളാണ്. പെരലസ്നെസ്. ക്ലിയർ അല്ലേ? എന്നാൽ നമുക്ക് മീനിങ് നോക്കാം. പെരലസ്നെസ് മീൻസ് ഡേഞ്ചർ അല്ലെങ്കിൽ റിസ്കിനെസ്, അതായത് അപകടം അല്ലെങ്കിൽ അപകട സാധ്യത എന്നൊക്കെ പറയില്ലേ, അതാണ് പെരലസ്നെസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് വരുന്നത്. നമുക്ക് സെൻറ്റൻസ് നോക്കാം. ദ സെയിലേഴ്സ് അണ്ടർഎസ്റ്റിമേറ്റഡ് ദ പെരലസ്നെസ് ഓഫ് ദി സ്റ്റോം. അതായത് കൊടുങ്കാറ്റിൻ്റെ അപകട സാധ്യത അവർ ചെറുതായി കണ്ടു. ഇവിടെ ചെറുതായി അപകട സാധ്യത എന്നുള്ളതാണ് പെരലസ്നെസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വേർഡ് FLEECING. സിമ്പിളാണ്. പ്രൊനൗൺസിയേഷൻ നോക്കാം. ഫ്ലീസിങ്. ഇതാണ് ഫ്ലീസിങ്. ക്ലിയർ അല്ലേ? നമുക്ക് മീനിങ് നോക്കാം. ഫ്ലീസിങ് എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് അല്ലെങ്കിൽ സ്കാമിങ് അല്ലെങ്കിൽ വഞ്ചിക്കുക, പണം വാങ്ങി വഞ്ചിക്കുക എന്നൊക്കെ ഉള്ളൊരു വേർഡാണ് ഫ്ലീസിങ് എന്ന് പറയുന്നത് മീനിങ്. പിന്നെ എക്സാമ്പിൾ നോക്കാം. ദ ടൂറിസ്റ്റ് വെയർ ഫ്ലീസ്ഡ് ബൈ ഫേക്ക് ഗൈഡ്സ് നിയർ ദി സ്റ്റേഷൻ.
അതായത് സ്റ്റേഷൻ്റെ സമീപത്തെ വ്യാജ ഗൈഡുകൾ വിനോദസഞ്ചാരികളിൽ നിന്ന് വഞ്ചിച്ച് പണം പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഫ്ലീസിങ്. ഇവിടെ വഞ്ചിച്ച് എന്നുള്ളതാണ് ഫ്ലീസിങ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഞാനിതെല്ലാം ഒരുമിച്ച് എഴുതി തരാം. ഓക്കെ. റിയഗ്നൈറ്റഡ് എന്ന് പറഞ്ഞാൽ വീണ്ടും തുടങ്ങിയത്. പ്രൂഡൻസ് എന്ന് പറഞ്ഞാൽ വിവേകം. കോൺസെക്രേറ്റഡ് മീൻസ് വിശുദ്ധമാക്കിയ. പെരിലെസ്നെസ് മീൻസ് അപകടം. ഫ്ലീസിങ് എന്ന് പറഞ്ഞാൽ ചീറ്റിംഗ്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, ഡെയിലിയുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, സോ ദാറ്റ് നിങ്ങൾക്കത് ഈസി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേർഡ്സ് അല്ലാണ്ട് എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇനി ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്താ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സോ ദാറ്റ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ 5 വേർഡ്സ് ഇതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.